ഡോക്ടർ സാർ പറഞ്ഞു വിട്ടതാ. അകത്തേക്ക് കുടിച്ചോ. എവിടുന്നല്ലേ? ഫ്ലാസ്കിലുണ്ട്. അടുക്കള എവിടാ? സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ വെളുപ്പിന് ഞാനിങ്ങ് പോന്നു. അവിടെ അടുക്കള. ഇപ്പൊ ചായ കൊണ്ട് തരാം. എന്താ പേര്? നളിനി. നളിനി ചായ കുടിച്ചോ? ഓ, എപ്പോഴും കുടിച്ചിട്ടാ വന്നത്. ഇനി വേണോ? വേണ്ട. സാറ് 2 കപ്പ് ചായ കുടിക്കുമെന്നാ കൊച്ചമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്. കൂട്ടാൻ എന്തെല്ലാം വെക്കണം? എന്തൊക്കെ വെക്കാൻ അറിയാം. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എങ്കിൽ ആദ്യ ദിവസം നളിനിക്ക് ഇഷ്ടമുള്ളതാകട്ടെ. വറുത്തിടുമ്പോൾ കടുവ് കൂടുതൽ വേണോ കുറച്ച് മതിയോ? അധികം വേണ്ട. അരി നല്ലതുപോലെ വേണോ അതോ തോണ്ടി തിന്നാ ഭാഗത്തിന് കുറുക്കിയെടുത്താ മതി? അതെന്നെ കളിയാക്കിയതാ. സാധാരണ പോലൊക്കെ മതി. പ്രലോഭിപ്പിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ, അതായിരുന്നു അയാൾക്കുള്ള മരുന്ന്. അമ്മായി അമേരിക്കയിൽ പൈലറ്റായിരുന്നു, മടുത്തു. പിന്നെ അമേരിക്കയിൽ നിന്ന് അമ്മായി വീട് മാത്രം വാങ്ങിക്കൊണ്ടുവന്നതാണ്. $150. കാലക്കിയിരിക്കുന്നു. നിനക്കെങ്കിലും അത് തോന്നിയല്ലോടാ മോനെ. തീർന്നിട്ടില്ല. സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിയതാണ്. $49. പിടിച്ചോളൂ. മിനി എവിടെ? അവളുടെ കല്യാണം കഴിഞ്ഞു മോനെ. അതെയോ? അമ്മായി എനിക്ക് അവളെ കല്യാണം കഴിച്ച് തന്നില്ല. പോയത് നന്നായി, ഇല്ലെങ്കിൽ ഞങ്ങൾ തല്ലുപിടുത്തമായിരിക്കും. ഇതെല്ലാം അവൾക്ക് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അവൾ വന്നിട്ടുണ്ട് മോനെ. മോളെ മിനി, മിനി, നിന്റെ യാതൊരു വിവരവും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ആലോചന വന്നു, അതങ്ങ് നടത്തി. മതി, വിടൂന്നേ. ഇന്ന് കൊല്ലാന്നേ. ശബ്ദം ഉണ്ടാകാതെ വിടും. വിടൂന്നേ. ആര് വന്നും തോന്നും. ഞാൻ നോക്കട്ടെ. അമ്മ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും. എല്ലാം ഞാൻ അറിഞ്ഞു മിനി. ഇതാ വാങ്ങിച്ചോളൂ. ഇത് കണ്ടോ അമ്മായി, ഞാൻ എത്ര ആശിച്ചു കൊണ്ടുവന്നതാണ്. എന്താടി പെണ്ണെ നിനക്കത് വാങ്ങിച്ചാൽ?
എനിക്ക് വേണ്ട. അല്ല, മിനി ഒറ്റയ്ക്ക് വന്നുള്ളൂ? ആരാണ് കല്യാണം കഴിച്ചത്? പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നത് ആരാ? ആണുങ്ങൾ. അമ്മായി, ഇത് കണ്ടോ എന്നെ ദേഷ്യം പിടിക്കുന്ന വർത്തമാനം? എനിക്കിത് പണ്ടേ ഉള്ളതാ. നിങ്ങൾ വഴക്ക് കൂടണ്ട. മോൻ അതെടുത്ത് അകത്തേക്ക് വെക്ക്. പിന്നെ അത് അവൾ എടുത്തോളൂ. പെട്ടെന്നാകരുത്, ക്രമേണ മതി. ഏതായാലും നല്ല താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ. സംശയത്തിന് കൊടുക്കാത്ത രീതിയിൽ പെരുമാറണം. ഒരു ദിവസം രാത്രി അവിടെ കിടക്കണം. അതെന്നാണെന്ന് ഞാൻ പിന്നെ പറയാം. ശരി, അപ്പോൾ ഞാൻ ദാഹം. ഈശ്വരാ, ദൈവമേ, എന്തൊരു ചൂട്. കല്യാണി, നീ ഞാൻ നിന്നോട് ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ പ്രവർത്തിച്ചു. നീ എന്നോട് ക്ഷമിക്കണം. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അയ്യോ, എന്റെ വയറ്റത്തടിക്കരുത്. എനിക്ക് വയറിളക്കമാണ്. എന്നോട് താഴോട്ടിടരുത്. എന്റെ നട്ടെല്ലൊടിഞ്ഞു. എല്ലുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. മേലാളി നിന്നോട് കണ്ടത് നിന്റെ എല്ലാം ഞാൻ പിടിക്കും. ഇല്ല, വാക്കാണ്. മേലാളി പ്രദേശത്തെ മരിയില്ല. എന്നെ വിടണം. സത്യം, സത്യം. പരബ്രഹ്മ സ്വരൂപ ദേവരാത്ര സ്വരൂപമാണ് സത്യം. മോളെ, എന്താ ഇങ്ങനെ കിടക്കുന്നത്? മധു എന്നോരെന്ന് പറഞ്ഞാ പോയത്. ടൂറ് കഴിഞ്ഞു വന്നാൽ ഉടനെ ഇവിടെ എത്തും. ഇങ്ങനൊരാളെ കിട്ടിയത് നിന്റെ ഭാഗ്യം. അമ്മായി, എന്തായി മോനെ? 15 ദിവസത്തിനകം വാടക എന്ന് സ്ഥലം ഒഴിയാൻ വക്കീലിനെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ചു. എന്റെ മോനെ, എത്ര നാളായി അയാൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്?